So ഇന്നിനി നോക്കാൻ പോകുന്ന ടോപ്പിക്ക് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് UJT. ഓക്കെ, സോ പണ്ടത്തെ സിലബസിലും മിക്കവാറും UJT അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലനേഷൻ എപ്പോഴും ഉണ്ടാകുന്നതാണ് എസ്സേയിൽ. നിങ്ങളത് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, സോ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ഈസ് എ 3-terminal സിലിക്കൺ സെമി കണ്ടക്ടർ ഡിവൈസ് വിത്ത് എ സിംഗിൾ PN ജംഗ്ഷൻ. സോ ഡയോഡ് പോലെ ഇതിൻ്റെ കേസിൽ ഒരു സിംഗിൾ PN ജംഗ്ഷനേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 2 layers, 1 layer of P type and 1 layer of N type material. Okay, but it has 3 terminals. Okay, സോ ഇത് ട്രാൻസിസ്റ്റർ എന്ന പേരുണ്ടെങ്കിലും ഈ ഒരു UJTനെ നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസിനൊന്നും ഉപയോഗിക്കില്ല. വിൽ മെയിൻലി യൂസ് ദിസ് UJT ഫോർ ദ സ്വിച്ചിങ് ഓർ ട്രിഗറിങ് ഓഫ് എ ട്രയാക്ക് ഓർ SCR സോ ഓൺ. ഓക്കെ, ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റിലാക്സേഷൻ ഓസിലേറ്റർ. ഓക്കെ, ഓസിലേറ്റർ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓസിലേറ്റർ, റിലാക്സേഷൻ ഓസിലേറ്റർ അതൊക്കെ ഇപ്പോൾ AICയിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ, സോ ഇത് ഉണ്ടാക്കുന്നത് വിൽ ടേക്ക് എ ലൈറ്റ്ലി ഡോപ്ഡ് N ടൈപ്പ് മെറ്റീരിയൽ, ലൈറ്റ്ലി ഡോപ്ഡ് N ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ, എന്നിട്ട് ഈ ലൈറ്റ്ലി ഡോപ്ഡ് N ടൈപ്പ് മെറ്റീരിയലിൽ നമ്മളൊരു ഹെവിലി ഡോപ്ഡ് P ടൈപ്പ് മെറ്റീരിയൽ ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, സോ ആ ഡിഫ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ലെയറായിട്ടോ അല്ലെങ്കിൽ എക്സാക്ട്ലി മിഡിലായിട്ടോ ഒന്നുമല്ല, നമ്മൾ ഒരു മുകളിലെ അറ്റത്തിന് അടുപ്പിച്ചിട്ടാണ് നമ്മൾ ഒരു P ടൈപ്പ് ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു P ടൈപ്പ് ലെയർ നമ്മൾ ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു PN ജംഗ്ഷൻ, സിംഗിൾ PN ജംഗ്ഷൻ അവിടെ ഫോം ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് lightly doped and the P type region that is heavily doped. Okay, and this lightly doped region, this is called as the base region of the UJT, and this heavily doped region it is called as emitter region of the UJT. Okay, സോ P റീജിയനെ എമിറ്റർ എന്നും N റീജിയനെ ബേസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഒരു സിംഗിൾ PN ജംഗ്ഷൻ ഫോം ചെയ്തു. ഇനി നമുക്ക് 3 ടെർമിനൽസ് എടുക്കണം അല്ലേ. സോ ടെർമിനൽസ് എടുക്കുന്നത് ഒന്ന് ഈ P ടൈപ്പ് റീജിയൻ എന്നാണ് ഒരു ടെർമിനൽ എടുക്കുന്നത്. ഓക്കെ, സോ ആ റീജിയൻ്റെ പേര് വെച്ചിട്ട് തന്നെ ദ ടെർമിനൽ ഇസ് കോൾഡ് ആസ് ദ എമിറ്റർ ടെർമിനൽ. ഓക്കെ, എമിറ്റർ ടെർമിനൽ റിപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ E. ബാക്കി 2 ടെർമിനൽസ് എടുക്കുന്നത് ബേസ് റീജിയൻ്റെ 2 അറ്റത്തുനിന്നുമാണ്. ഓക്കെ, ബേസ് റീജിയൻ്റെ 2 അറ്റത്തുനിന്നുമാണ് ബാക്കി 2 ടെർമിനൽസും എടുക്കുന്നത്. ഓക്കെ, താഴെയുള്ള ദറ്റ് ഇസ് കോൾഡ് ആസ് ബേസ് 1 റെപ്രസെൻറ്റഡ് ആസ് B1 ആൻഡ് മുകളിൽ നിന്ന് എടുക്കുന്ന ടെർമിനൽ ദറ്റ് ഇസ് കോൾഡ് ആസ് ബേസ് 2 ഓർ B2. ഓക്കെ, അപ്പം 3 ടെർമിനൽസുമായി ലൈറ്റ്ലി ഡോപ്ഡ് N ടൈപ്പ് മെറ്റീരിയൽ കോൾഡ് ആസ് ബേസ് എടുത്തു, അതിൽ ഹെവിലി ഡോപ്ഡ് ആയ P റീജിയൻ ഡിഫ്യൂസ് ചെയ്തു, ദാറ്റ് P റീജിയൻ ഇസ് കോൾഡ് ആസ് എമിറ്റർ. അങ്ങനെ ഒരു സിംഗിൾ PN ജംഗ്ഷൻ അവിടെ ഫോം ചെയ്തു. 3 ടെർമിനൽസ്, ഒന്ന് P റീജിയൻ നിന്ന് എടുക്കുന്നു കോൾഡ് ആസ് എമിറ്റർ, പിന്നെ ബാക്കി 2 എണ്ണം ബേസിൻ്റെ 2 അറ്റത്തു നിന്നും എടുക്കുന്നു കോൾഡ് ആസ് ബേസ് 1 ആൻഡ് ബേസ് 2. ഈ P റീജിയൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ബേസ് 2ൻ്റെ അടുത്തേക്ക് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അതങ്ങനെ കൺസ്ട്രക്ഷൻ വൈസ് കൊടുക്കുന്നതാണ് അസിമെട്രിക്കൽ സ്ട്രക്ചർ ആക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രോപ്പർട്ടീസ്, ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, ആവശ്യമുള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ അസിമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സിമ്പിൾ. സോ സിമ്പിൾ നമ്മൾ JF18 എല്ലാം പോലത്തെ ഒരു സിമ്പിളാണ്, ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വി ഹാവ് ദ ബേസ് റീജിയൻ. ഓക്കെ, സോ ബേസിൽ നിന്ന് നമുക്ക് 2 ടെർമിനൽസ് ഉണ്ട് അല്ലേ, ബേസ് 2ഉം ബേസ് 1ഉം, പിന്നെയുള്ളത് ഒരു എമിറ്റർ ടെർമിനലാണ്. ഓക്കെ, സോ എമിറ്റർ ടെർമിനൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിലാക്കിയിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, JF18 നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കുകയോ ചെയ്യുക, ഇതൊരു പെർട്ടിക്കുലർ ആംഗിളിലാക്കിയിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന പോലെ P-ന്ന് N റീജിയനിലേക്കാണ് ആരോ മാർക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ദറ്റ് ഈസ് ദ സിമ്പിൾ ഓഫ് UJT, arrow from P to N at some angle. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ടിലേക്ക് പോവാം. സോ
ഇത് ആ കൺസ്ട്രക്ഷൻ്റെ പോർഷനാണ്. ലൈറ്റ്ലി ഡോപ്ഡ് എൻ ടൈപ്പ് കോൾ ബേസ്, ഹെവിലി ഡോപ്ഡ് പി ടൈപ്പ്, എമിറ്റർ, സിംഗിൾ പി എൻ ജംഗ്ഷൻ ഫോം, ബേസ്. ഓക്കെ, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആയത് കാരണം അവിടെ അധികം കാരിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലേ, കറണ്ട് കാരിയേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ റീജിയൻ്റെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ലൈറ്റ്ലി ഡോപ്ഡ് ആയത് കാരണം റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. 3 ടെർമിനൽസ് എമിറ്റർ, ബേസ് 1, ബേസ് 2. അപ്പം അതിൻ്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന് വേണ്ടിയിട്ടാണ് എമിറ്റർ റീജിയന് ക്ലോസ് ടു ബേസ് 2 നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വാലൻ്റ് സർക്യൂട്ടിലേക്ക് പോവാം. ഓക്കെ, ഇക്വാലൻ്റ് സർക്യൂട്ട് ഓഫ് UJT. സോ ഇക്വാലൻ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ആ അതിൻ്റെ കൺസ്ട്രക്ഷൻ അവിടെ നിന്ന് എടുത്തു വെക്കുക. ഓക്കെ, സോ നമുക്ക് 3 ടെർമിനൽസ് ഉണ്ട്, എമിറ്ററും ബേസ് 1ഉം ബേസ് 2ഉം അല്ലേ. സോ എമിറ്ററിൻ്റെയും ബേസിൻ്റെ ഇടയിൽ ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ PN ജംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലസ്റ്റ് കേസിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡാണ് അല്ലേ. സോ ഇക്വലൻ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പം നമ്മൾ 3 ടെർമിനൽസ് അവിടെ അങ്ങ് എടുത്തു വെക്കാം. എമിറ്റർ, ബേസ് 2 ആൻഡ് ബേസ് 1, 3 ടെർമിനൽസും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പം എമിറ്ററിൻ്റെയും ബേസിൻ്റെയും ഇടയിൽ ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിംപ്ലസ്റ്റ് കേസിൽ PN ജംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഡയോഡാണ്. Okay, so we'll represent this PN junction by a diode between the emitter and the base terminals. Okay, so between the emitter and base terminals, we will represent it by a diode D. Okay, PN junction diode ആയിട്ട് represent ചെയ്തു. Okay, ഇനി നമുക്ക് ബേസ് റീജിയന് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. സോ ബേസ് റീജിയൻ നമ്മൾ പറഞ്ഞു ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസ് റീജിയൻ ആയിട്ടാണ് ഈ ബേസ് റീജിയൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ടെർമിനൽസിൻ്റെ ഇടയിൽ ബേസ് 2ൻ്റെയും ബേസ് 1ൻ്റെയും ടെർമിനൽസിൻ്റെ ഇടയിലുള്ള പോർഷനെ നമുക്കൊരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ യൂഷ്വലി അതിന് നമുക്കൊരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഡയോഡ്, പിന്നെ ബേസ് 2ഉം ബേസ് 1ൻ്റെ ഇടയിലുള്ള പോർഷന് ഹൈ റെസിസ്റ്റൻസ്, സോ സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇനി വർക്കിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ് 2, എമിറ്റർ ആൻഡ് ബേസ് 2ന് ആ റെസിസ്റ്റൻസിനെ നമ്മൾ RB2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതേപോലെ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ് 1നെ നമ്മൾ RB1 എന്ന റെസിസ്റ്റൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സോ ആക്ച്വലി ബേസ് 2 ടു ബേസ് 1 എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് റീജിയൻ ആണ്. അതിനിങ്ങനെ വലിയ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ വർക്കിംഗ് എക്സ്പ്ലനേഷന് നമുക്കിതൊന്ന് സ്പ്ലിറ്റപ്പ് ആക്കി കിട്ടിയാൽ നല്ലതായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഹോൾ റെസിസ്റ്റൻസിന് നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്തു. സോ ബിറ്റ്വീൻ B2 ആൻഡ് RB2 ആക്കി, ബിറ്റ്വീൻ E ആൻഡ് B1 RB1 ആക്കി. ഓക്കെ, സോ ദിസ് നെറ്റ് റെസിസ്റ്റൻസ് ഫ്രം B2 to B1 it is represented by RBB. Okay, and is called as interbase resistance or internal bulk resistance. Okay, so equivalent circuit എമിറ്ററിൻ്റെയും ബേസിൻ്റെ ഇടയിൽ ഒരു PN ജംഗ്ഷൻ ഉണ്ട്. ആ PN ജംഗ്ഷൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഒരു ഡയോഡാണ്. സോ ഡയോഡ് D വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. പിന്നെ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് ടെർമിനൽസിന് ഇറ്റ്സ് കോൾഡ് ആസ് ഇൻ്റർ ബേസ് റെസിസ്റ്റൻസ് ഓർ ഇൻറ്റേർണൽ ബൾക്ക് റെസിസ്റ്റൻസ്, RBB ആണത്. പക്ഷേങ്കിൽ നമ്മൾ വർക്കിംഗ് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു ആസ് സം ഓഫ് 2 സെപ്പറേറ്റ് റെസിസ്റ്റൻസ് RB1 ആൻഡ് RB2. ഓക്കെ, സോ ദാറ്റ് ഈസ് RBB എന്ന് പറയുന്നത് RB1 പ്ലസ് RB2 ആണ്. അതൊരു ഹൈ വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് RBB എന്ന് പറയുന്നത് 5 to 10 കിലോ ഓം ആ റേഞ്ചിൽ. സോ RB1 എന്ന് വെച്ചാൽ ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ് 1 ആണ്. B2 എന്ന് പറയുന്നത് എമിറ്റർ ആൻഡ് ബേസ് 2 ആണ്. ഓക്കെ, ആൻഡ് യൂഷ്വലി ഈ ഈക്വലൻറ്റ് സർക്യൂട്ടിൽ RB1ന് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം ആ റെസിസ്റ്റൻസ് നമ്മൾ വർക്കിംഗ് എക്സ്പ്ലനേഷനിൽ പോകുമ്പോൾ ആ റെസിസ്റ്റൻസ് വേരിയിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ യൂഷ്വലി ഈ ഒരു റെസിസ്റ്റൻസ്
RB1 നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് വേണം റെപ്രസെൻ്റ് ചെയ്യാൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വാലൻ്റ് സർക്യൂട്ട് ഓഫ് എ UJT. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ പറയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. ഈ 3 മാർക്കിനും 2 മാർക്കിനും എപ്പോഴും പണ്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ റെപ്രസെൻറ്റഡ് ബൈ ഈറ്റ. ഓക്കെ, സോ ആ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എനി ഓഫ് ദ ബേസ് റെസിസ്റ്റൻസ് ടു ദ ടോട്ടൽ ബേസ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ RB1 ഡിവൈഡ് ബൈ RBB ആണ് ഈ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ കൺസിഡർ ദ ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് ദ UJT വിത്ത് എ സപ്ലൈ വോൾട്ടേജ് കണക്റ്റഡ് ബിറ്റ്വീൻ B1 ആൻഡ് B2. ബേസ് ടെർമിനൽസിൻ്റെ ഇടയിൽ ഒരു സപ്ലൈ വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. എമിറ്റർ ഓപ്പൺ ആണ്. സോ ഇക്വലൻറ്റ് സർക്യൂട്ട് എടുത്തു. ഓക്കെ, എമിറ്റർ ഓപ്പൺ ആണ്. ബേസ് ടെർമിനൽസിൻ്റെ ഇടയിൽ ഒരു സപ്ലൈ വോൾട്ടേജ് VBB കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എമിറ്റർ ഓപ്പൺ ആയതുകൊണ്ട് ഈ വഴി ഒരു കറണ്ട് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. പ്ലസ് VBB എന്ന് RB2 RB1 വഴി മൈനസ് VBBയിലേക്ക്. ഓക്കെ, സോ ഈ ഒരു ക്ലോസ് ലൂപ്പ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ RB2 RB1 സീരീസ് കണക്ഷനിലാണ്. സോ നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് ഏത് റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജും നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വോൾട്ടേജ് അറിയാം VBB. ഓക്കെ, സോ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ട വോൾട്ടേജ് RB1 അക്രോസുള്ള വോൾട്ടേജാണ്. ഓക്കെ, സോ ആ വോൾട്ടേജിനെ നമ്മൾ V1 ആയിട്ട് എടുത്തു. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ പ്രകാരം V1ന് വാല്യൂ എങ്ങനെ നമുക്ക് എഴുതാം? സോ V1 എന്ന് വെച്ചാൽ ടോട്ടൽ വോൾട്ടേജ് എത്ര വരുന്ന ഇവിടെ VBB ഇൻറ്റു ഏതിന് അക്രോസുള്ള വോൾട്ടേജാണ് കണ്ടുപിടിക്കുന്നത് RB1 ഡിവൈഡഡ് ബൈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത എല്ലാ റെസിസ്റ്റൻസിൻ്റെ സമം RB1 പ്ലസ് RB2. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് V1ൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഓക്കെ, RB1 RB2 സീരീസ് ആയിട്ട് ആക്ട് ചെയ്യും. V1 വോൾട്ടേജ് അക്രോസ് RB1 ആണ്. സോ വോൾട്ടേജ് ഡിവൈഡർ വെച്ചിട്ട് നമുക്ക് V1ൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏതിന് അക്രോസ് ആണോ കണ്ടുപിടിക്കുന്നത് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, സോ RB1 പ്ലസ് RB2 എന്ന് വെച്ചാൽ എന്താ RBB ആണ്. ഓക്കെ, so this RB1 divided by RBB, it is represented by eta. Okay, and that's called as intrinsic standoff ratio, and that is given by value is given as 0.5 to 0.8 in the ഇടയിലായിരിക്കും അതിൻ്റെ value. Okay, and this corresponding voltage across RB1, it is also called as intrinsic standoff voltage. Okay, so ഇന്ന് നമ്മൾ നോക്കിയത് UJTയുടെ കൺസ്ട്രക്ഷൻ, സിമ്പിൾ, അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടും ഒരു പാരാമീറ്റർ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ. ഇനി ഇതിൻ്റെ വർക്കിങ്ങും VI കാര കൂടി ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.